നമസ്കാരം. മഴതോറും മുമ്പേ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിന്റെ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അലീനയെ കാണാൻ വേണ്ടിയിട്ട് സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് എത്തുവാണ് നമ്മുടെ മനു വരുന്നത് ഒരു ഓട്ടോയിലാണ് കേട്ടോ. ഓട്ടോക്കാരനാണെന്നുണ്ടെങ്കിൽ ഗേറ്റിന്റെ അവിടെയാണ് വണ്ടി നിർത്തുന്നത്. ഉള്ളിലേക്ക് കയറില്ല എന്നുള്ള കാര്യം മനു ചോദിക്കുന്ന സമയത്ത് അവിടെ സിംഹത്തെയും അതുപോലെ തന്നെ കരടിയൊക്കെ പോലെ തോന്നുന്ന നായ്ക്കള് ഒരുപാടുണ്ട്. ഓർക്കാപ്പുറത്ത് ഇനി വലതും കെട്ടഴിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കഥ തീർക്കും. അങ്ങനെ ആരെങ്കിലും തീർത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓട്ടോക്കാരന്റെ അടുത്ത് മനു ചോദിക്കുന്നുണ്ട്. ഇതുവരെ അങ്ങനെ കേട്ടറിവൊന്നുമില്ല. നമ്മുടെ കഷ്ടകാലത്തിന് അങ്ങനെ വല്ലതും സംഭവിച്ചു പോയാലോ എന്ന് ഓട്ടോക്കാരനും തിരിച്ചു ചോദിക്കുന്നുണ്ട്. മനു ഓട്ടോയിൽ നിന്നും ഇറങ്ങി ഓട്ടോന്റെ കാശ് കൊടുത്ത് ഉള്ളിലേക്ക് അങ്ങ് കയറുവാണേ. മനു ഉള്ളിലേക്ക് കയറി വരുമ്പോഴേക്കും നായ്ക്കള് ഇങ്ങനെ ഒച്ചയുണ്ടാക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ടേ. ആദ്യത്തെ കുറെ കേട്ടപ്പോ നമ്മുടെ മനു ഒന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും പിന്നെ ധൈര്യം സംഭരിച്ച് മനു ഉള്ളിലേക്ക് അങ്ങ് കയറുവാണ്. അപ്പോഴേക്കും നമ്മുടെ അലീനയാണെങ്കിൽ അങ്ങോട്ടേക്ക് ഓടിയെത്തിയായിരുന്നു. മനുവിനെ കണ്ടതും അല്ല ഇതാരും മനുവേട്ടനോ? മനുവേട്ടൻ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ. പ്രതീക്ഷിക്കാതെ മനു കയറി വന്നപ്പോ ആ സന്തോഷവും അതുപോലെ തന്നെ അമ്പരപ്പും എല്ലാം നമ്മുടെ അലീനയുടെ മുഖത്ത് പ്രകടമായിരുന്നു. ഒരു സർപ്രൈസ് തരാമെന്ന് കരുതി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് മനു പറയുന്നുണ്ട്. അതിനുശേഷം മനുവേട്ടൻ അവിടെ തന്നെ നിന്നത് ഉള്ളിലേക്ക് കയറിവാ എന്ന് പറഞ്ഞ് മനുവിനും കൂട്ടി അലീന ഉള്ളിലേക്ക് കയറുമ്പോഴേക്കും നമ്മുടെ ഔതുക്കുട്ടി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഔതുക്കുട്ടിയെ കണ്ടതും അലീനയാണെങ്കിൽ മനുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഔതുക്കുട്ടി ചായനെ തിരിച്ചും അലീന പരിചയപ്പെടുത്തി കൊടുത്തതിനു ശേഷം മനുവിന് ചായ എടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് അലീന പോവുകയാണ്. അതിനുശേഷം ഔതുക്കുട്ടി ചായൻ മനുവിന്റെ അടുത്ത് അവന്റെ ജോലിയെക്കുറിച്ചും അതുപോലെ തന്നെ വീട്ടുകാരെ കുറിച്ചും എല്ലാം വിശദമായി തന്നെ ചോദിച്ചറിയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അലീന ചായയുമായി അങ്ങോട്ടേക്ക് എത്താണ്. മനുവിനെ ചായ കുടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അലീന വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഡൈനിങ് ടേബിളിലാണെങ്കിൽ ചായയും പലഹാരവും എല്ലാം അലീന റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മനുവിനെ നിർബന്ധിച്ചുകൊണ്ട് എല്ലാം കഴിപ്പിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് മനു ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ പപ്പ? അവിടുത്തെ അച്ഛനെ പോലെ തന്നെയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ രണ്ടുപേരെയും അങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവിടുത്തെ അച്ഛനൊരു പാവല്ലേ. അതുമാത്രമല്ല മറ്റുള്ളവരുടെ സങ്കടങ്ങളൊക്കെ വേഗം മനസ്സിലാക്കുകയും ഭയങ്കര സൗമ്യമായിട്ടാണല്ലോ സംസാരിക്കുക. എന്നാ പപ്പ അങ്ങനെയല്ല. സ്നേഹമുള്ള സിംഹം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത്തരത്തിലുള്ള ഒരു പ്രകൃതിയാണ്. സ്നേഹം ചോദിച്ചാൽ പോലും കിട്ടില്ല. നമ്മൾ ചെന്ന് പിടിച്ച് അത് വാങ്ങണം. ഒരു കോട്ട പണിത് വെച്ചതുപോലെയാണ്. അങ്ങോട്ടേക്ക് അങ്ങനെ ആർക്കും അങ്ങ് കയറി പറ്റാനൊന്നും പറ്റില്ല. അത് മാത്രമല്ല കൂടുതലായിട്ട് ആള് സംസാരിക്കത്തുമില്ല. അറുത്ത് മുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയും. പട്ടാളക്കാര് ഓർഡർ ഇടുന്നത് കേട്ടില്ലേ? അതുപോലെ പുള്ളിയുടെ വിചാരം ഇപ്പോഴും പുള്ളി സൈന്യാധിപനാണ് എന്നൊക്കെയാണ്. ഇതെല്ലാം കേട്ട് നമ്മുടെ മനുശങ്കർ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ എങ്ങനെയാണ് ആ കോട്ടയ്ക്കകത്ത് കയറി പറ്റിയത് എന്നുള്ള കാര്യം. അത് മനുവേട്ട വന്നത് മുതൽ തന്നെ ഞാന് ആ കോട്ടയ്ക്കകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് തുരങ്കം പണിയാൻ വേണ്ടി തുടങ്ങി. അപ്പോ നിന്റെ അടുത്തും ദേഷ്യമൊക്കെ കാണിക്കാറുണ്ടെന്ന് ചോദിക്കുമ്പോ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ ദേഷ്യം വരും, പിന്നെ ഗെറ്റ് ഔട്ട് അടിക്കും. എന്നാ ഇതുവരെ എന്നെ ഗെറ്റ് ഔട്ട് ഒന്നും അടിച്ചിട്ടില്ല. മറ്റൊന്നും കൊണ്ടല്ല, 23 വർഷം ഞാൻ അനാഥാലയത്തിലായിരുന്നല്ലോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പപ്പയ്ക്ക് ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ ഇപ്പോഴും വിഷമമാണ്. അത് കഴിഞ്ഞ് ഔതുക്കുട്ടി ചായനെ കുറിച്ച് ചോദിക്കുന്നുണ്ടേ. വല്യപ്പച്ചൻ അങ്ങ് പുനലൂരിൽ നിന്ന് എന്നെ അടിച്ചിറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. എന്നാ ഇവിടെ എത്തി എന്നെ കണ്ടതോട് കൂടിയിട്ട് വല്യപ്പച്ചൻ ആകെ മാറി. വല്യമ്മച്ചി ചെറുപ്പത്തിലുള്ള അതുപോലെ തന്നെയാണ് താനെന്നാണ് വല്യപ്പച്ചൻ പറയുന്നത്. വല്യമ്മച്ചിയുടെ സംസാരവും ഭാവവും നോട്ടവും എല്ലാം തനിക്കുണ്ടെന്നാണ് വല്യപ്പച്ചൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ കാണാത്ത വല്യമ്മച്ചിക്ക് വേണ്ടി ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അതുമാത്രമല്ല വല്യമ്മച്ചിയുടെ എല്ലാ ഗുണങ്ങളും കിട്ടിയിട്ടാണല്ലോ തനിക്ക് താൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭൂമിയിൽ വന്നതുകൊണ്ട് എത്ര പേർക്ക് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു അല്ലേ മനുവേട്ട എന്നൊക്കെ നമ്മുടെ അലീന പറയുന്ന വാക്കുകളെല്ലാം ഭയങ്കര കൗതുകത്തോട് കൂടിയിട്ട് മനു ഇങ്ങനെ കേട്ടിരിക്കുവാണേ. അതുകൊണ്ടൊന്നും നമ്മുടെ അലീന നിർത്തുന്നില്ല. അവിടെ വന്ന അന്ന് മുതൽ അതുവരെ സംഭവിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മനുവുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം തനിക്കെല്ലാം തുറന്നു പറയാൻ വേണ്ടിയിട്ട് ഒരാളെ കിട്ടിയ മട്ടിലാണ് നമ്മുടെ അലീന മനുവിന്റെ അടുത്ത് മനസ്സ് തുറക്കുന്നത്. ചായ കുടിച്ചതിനു ശേഷം മനുവിനെയും കൂട്ടി നേരെ സ്റ്റാൻലിയുടെ മുറിയിലേക്കാണ് അലീന പോകുന്നത്. സ്റ്റാൻലി ആണെങ്കിൽ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഫോൺ ചെയ്ത് വെക്കുന്നത് വരെ നമ്മുടെ അലീനയും അതുപോലെ മനുശങ്കറും പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഫോൺ വെച്ചതിന് ശേഷം അലീനയും അതുപോലെ തന്നെ മനുശങ്കറിനെയും ഇങ്ങനെ നോക്കുവാണ് സ്റ്റാൻലി. ഉടനെ തന്നെ നമ്മുടെ അലീന മനുശങ്കറിന് സ്റ്റാൻലിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. സ്റ്റാൻലി മനുവിന് ഷെയ്ക്കാൻഡ് കൊടുത്തതിന് ശേഷം ഇരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുവാണ്. മനുവിന്റെ അടുത്ത് സ്റ്റാൻലി ഒന്നോ രണ്ടോ പറഞ്ഞിട്ട് നിർത്തുവാണ്. എന്നതിനു ശേഷം അലീനയെ ഇവിടെ കൊണ്ടുവിട്ടതോട് കൂടിയിട്ട് പാലക്കാരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് കേട്ടോ സംസാരിക്കുന്നത്. അതുമാത്രമല്ല മനുവിനെ ഭക്ഷണം കഴിക്കാതെ വിടരുത് എന്നുള്ള കാര്യത്തെക്കുറിച്ചും കൂടി അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്. ശരി പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനുവിനെയും കൂട്ടി
അലീന പുറത്തു കൂടെ ഇങ്ങനെ നടക്കുവാണേ. മനുവിന്റെ മുഖത്താണെന്നുണ്ടെങ്കിൽ അത്ര സന്തോഷമൊന്നുമില്ല, എന്തോ ഒരു വിഷമമുള്ളത് പോലെ നമ്മുടെ അലീനയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തു പറ്റി മനുവേട്ട എന്ന് ചോദിക്കുമ്പോ അലീന, നിന്റെ പപ്പ പറഞ്ഞതിന്റെ അർത്ഥം എന്തോ ആണ്, പാലയിൽ നിന്നും നിന്നെ കൊണ്ടുവിട്ടതിന് ശേഷം അവിടെയുള്ള ആൾക്കാർക്ക് ഇനി ഒരടുപ്പവും പാടില്ല എന്നുള്ള രീതിയിലല്ലേ? ആയിക്കോട്ടെ, ഈ ലോകത്ത് ഒരാളുടെ ഇഷ്ടങ്ങൾ മാത്രം നടന്നാൽ മതിയോ? പപ്പയുടെ ഇഷ്ടങ്ങൾ അതാണെന്ന് കരുതിയിട്ട് ഈ ലോകത്തുള്ള എല്ലാവരും ആ ഇഷ്ടങ്ങൾ ഫോളോ ചെയ്യണം എന്നൊന്നുമില്ലല്ലോ. ഞാന് മനുവേട്ടന്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞതാണല്ലോ പപ്പയുടെ സ്വഭാവം. എങ്കിലും അലീന, ഞാനെന്ന് മനു തുടങ്ങുമ്പോഴേക്കും മനുവേട്ടന് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം, ഞാനല്ലേ പറയുന്നതെന്ന് അലീന തിരിച്ചു പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീന വാ മനുവേട്ട എന്ന് പറഞ്ഞ് കൈ പിടിച്ചും കൊണ്ട് അവിടുത്തെ എല്ലാ പരിസരവും ഒക്കെ ചുറ്റി കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് മനു ആണെന്നുണ്ടെങ്കിൽ നിന്റെ പപ്പയുടെ ഭാര്യയും മക്കളൊന്നും ഇങ്ങോട്ട് വരാറില്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. മുമ്പ് അവരുടെ ബന്ധുക്കളൊക്കെ വന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ അലീന പറയുന്നുണ്ട്. അത് മാത്രമല്ല അന്ന് സംഭവിച്ച കാര്യങ്ങളും പപ്പയാണെങ്കിൽ അവരൊക്കെ അടിച്ചോടിച്ചു എന്നുള്ള കാര്യം കൂടി അലീന വ്യക്തമാക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് ആരും വന്നിട്ടില്ല. എങ്കിലും തനിക്കെതിരെ എന്തൊക്കെയോ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അലീനയ്ക്ക് അറിയാമെന്ന് മനുവിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട മനു ആണെങ്കിൽ അലീനയുടെ അടുത്ത് ചോദിക്കുന്നത് നിനക്ക് പേടിയില്ലേ എന്നാണേ. ഞാൻ എന്തിനു പേടിക്കണം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പപ്പയുടെ ഭാര്യയും മക്കളൊക്കെ താമസിക്കുന്നത് അഞ്ചലിലാണ്. തനിക്ക് തോന്നുന്നത് ഇവിടെ എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യമാണ്. കാരണം പപ്പയും അതുപോലെ തന്നെ ഭാര്യയൊക്കെ പിരിഞ്ഞിട്ടാണല്ലോ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം, എന്നിട്ട് അവരെയൊക്കെ സ്നേഹത്തോട് കൂടിയിട്ട് നടത്തിക്കണം, എല്ലാം ഒന്ന് അഴിച്ചു പണിയണം എന്നുള്ള കാര്യം നമ്മുടെ അലീനയ്ക്ക് തോന്നുവാണ്. ബാലേന്ദ്രന്റെ വീട്ടിൽ എന്താണോ അലീന ചെയ്തത് അതുപോലെ തനിക്ക് ഇവിടെയും ചെയ്തു തീർക്കാനുണ്ട് എന്നാണ് മനുവിന്റെ അടുത്ത് പറയുന്നത്. ഒത്തൊരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് എനിക്ക് കാണണം എന്നുള്ള കാര്യം അലീന പറഞ്ഞത് കേൾക്കുമ്പോ അതെങ്ങനെ അലീന സാധിക്കുന്നത്, അതെങ്ങനെ നടക്കും എന്നുള്ള കാര്യമൊന്നും അറിയില്ല. എന്തായാലും ദൈവം ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. ഇല്ലെങ്കിൽ എന്നെ ഇത്രയും നടത്തിച്ച് ഇവിടെ എത്തിക്കില്ലല്ലോ. ഇപ്പോഴും എപ്പോഴും നമ്മുടെ അലീന മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണല്ലോ ജീവിച്ചത്. ഇപ്പോഴും അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നത്. ഇനി തനിക്ക് വേണ്ടിയിട്ട് എപ്പോഴാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മുടെ അലീനയുടെ അടുത്ത് മനുവിനെ ചോദിക്കണം എന്നുണ്ട്. പക്ഷേ മനു മിണ്ടാതിരിക്കുവാണ്. അത് കഴിഞ്ഞ് അലീനയാണെങ്കിൽ മനുവിനെയും കൂട്ടി നേരെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ ഇടയ്ക്ക് പൗലോസും അതുപോലെ തന്നെ അലീനയും തമ്മിലുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ മനുവിന്റെ അടുത്ത് പറയുവാണ്. എന്തിന്റെ വീട്ടിൽ ചെന്നപ്പോ ഉണ്ടായിരുന്ന അലീനയല്ല ഇപ്പോ എന്നുള്ള കാര്യം നമ്മുടെ മനു അലീനയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിന്റെ മകളായതിന്റെ ആ ഒരു മാറ്റം അലീനയിലുണ്ട് എന്ന് മനു പറയുമ്പോ അത് ശരി തന്നെയാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും പപ്പയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ താൻ ഇനി ഒന്നിനും ഭയക്കേണ്ട ഒരു ഇതില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ അലീന സംസാരിക്കുന്നത്. എപ്പോഴും ആരോടും ഒരു മടിയും കൂടിയാതെ പറയും ഇത് എന്റെ മകളാണെന്ന്. ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ മനുവേട്ട ഞാൻ പപ്പയുടെ അരികിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിൽക്കാറുണ്ട്. 23 വർഷം അനാഥാലയത്തില് ഒരു അനാഥയെ പോലെ കഴിഞ്ഞ തനിക്ക് ഇങ്ങനൊരു പപ്പയെ കിട്ടുമ്പോ അത് ആ ഒരു അംഗീകാരം ഞാൻ ആസ്വദിച്ചല്ലേ പറ്റുള്ളൂ. അലീനയുടെ മാറ്റങ്ങളൊന്നും നമ്മുടെ മനു പറഞ്ഞത് ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിലല്ല എന്നുള്ള കാര്യം കൂടി അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്. ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം നമ്മുടെ അലീനയാണെങ്കിൽ മനുവിനെ തോട്ടമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒപ്പം ബൈജുവും അതുപോലെ തന്നെ അവധക്കുട്ടി ചായനും ഉണ്ട് കേട്ടോ. പോകുന്ന സമയത്ത് രേവതി കുട്ടിയെ കുറിച്ചിട്ടാണ് കേട്ടോ മനു ചോദിക്കുന്നത്. അവളെ വിളിക്കാറുണ്ടോ എന്നൊക്കെ. ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. ഇപ്പോ മാമച്ചിരങ്കനും അതുപോലെ തന്നെ ഗ്രേസിയാന്റിയോടൊപ്പം എവിടേക്ക് ടൂർ പോയിരിക്കുകയാണ്. ഓരോ സമയത്ത് വിളിക്കുന്ന സമയത്ത് അവൾ ഓരോ സ്ഥലത്തിന്റെ പേരാണ് പറയുന്നത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ അവളടുത്ത് പറയാറുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവളൊരു ഗ്യാപ്പ് തന്നാൽ മാത്രമല്ലേ എനിക്ക് അങ്ങോട്ടേക്ക് എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അങ്ങനെ അവര് സംസാരിച്ച് മുഴുവനാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ തോട്ടത്തിൽ എത്തുന്നുണ്ട് കേട്ടോ. കാര്യങ്ങളെല്ലാം നമ്മുടെ മനുവിന് വിശദമായിട്ട് തന്നെ അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വലിയൊരു എസ്റ്റേറ്റിന്റെ ഉടമ തന്നെയാണല്ലേ നിന്റെ പപ്പ എന്നുള്ള കാര്യം നമ്മുടെ മനുവൻ ചോദിക്കുന്നുണ്ട്. ഏകദേശം വൈകുന്നേരം ഒരു 3-4 മണിയോട് കൂടിയിട്ട് അവര് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. അന്നേ ദിവസം തന്നെ താൻ മടങ്ങും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മുടെ അലീനയുടെ അടുത്ത് മനു പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ അലീനയാണെങ്കിൽ ഇതുവരെ ഞാൻ മനുവേട്ടന് എന്റെ റൂം കാണിച്ചില്ലല്ലോ, ഒരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നേരം കാണിക്കാഞ്ഞ്. എന്തായാലും മനുവേട്ടൻ വാ, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് മുറിയുടെ അരികിലേക്ക് കൊണ്ടുപോവുകയും പിന്നെ വാതിൽ തുറക്കുന്നതും മനു അത് കണ്ട ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇത് ഒരു സ്യൂട്ട് റൂം പോലെ ഉണ്ടല്ലോ എന്ന്. മനുവേട്ടൻ കളിയാക്കൊന്നും വേണ്ട. എന്തായാലും ഈ വീട്ടില് പപ്പ എനിക്ക് വേണ്ടിയിട്ട് മാത്രമായി ഒരുക്കി വെച്ചിരിക്കുന്ന മുറിയായിരുന്നു ഇത്. ഇപ്പൊ അലീന എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ വീട്ടില് നിനക്കുള്ള സ്ഥാനം എന്താണ് എന്നുള്ള കാര്യം. ഈ വീട്ടിൽ മാത്രമല്ല മനുവേട്ട, എന്റെ പപ്പയുടെ മനസ്സിലും എനിക്ക് വലിയ സ്ഥാനം തന്നെയാണുള്ളത്. അലീനയുടെ മാറ്റം, ബാലേന്ദ്രന്റെ വീട്ടിലെ ജോലിക്കാരിയിൽ നിന്നും സ്റ്റാൻലിയുടെ വീട്ടിലേക്കുള്ള ആ ഒരു വലിയ മാറ്റം, റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിന്റെ മകൾ എന്ന ആ ഒരു ഇതിലേക്ക് സ്ഥാനം നമ്മുടെ അലീന താണ്ടി കഴിഞ്ഞു എന്നുള്ള കാര്യം നമ്മുടെ മനുവിന് മനസ്സിലാക്കുകയാണ്. അലീനയ്ക്ക് എന്താണോ കിട്ടേണ്ടത് അത് അവൾക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ അതിൽ സന്തോഷമുണ്ട് എന്ന ചെറിയൊരു ആശങ്കയും നമ്മുടെ മനുവിനുണ്ട് കേട്ടോ. അലീന എന്ന് പറയുന്ന ആ സ്നേഹത്തിന്റെയും
ലാളനത്തിന്റെയും ആ നിധി തനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം നമ്മുടെ മനുവിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒരിക്കലും മനു അലീനയെ ആർക്കും ഒരു കാലത്തും വിട്ടുകൊടുക്കില്ല. അങ്ങനെ അലീനയുടെ കവിളിൽ ഇങ്ങനെ തൊട്ട് മനു അലീനയെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അലീന കരയുവാണേ. എന്താ അലീന നീ കരയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അലീനയുടെ ആ കരച്ചിൽ നമ്മുടെ മനുവിനെ ഭയപ്പെടുത്തുവാണ്. മനുവേട്ടന്റെ സ്നേഹവും നമ്മുടെ അലീനയെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അലീനയ്ക്കാണെങ്കിൽ മനുവിനെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയവും ഉള്ളിൽ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനു ആണെന്നുണ്ടെങ്കിൽ താൻ പൊക്കോട്ടെ എന്നുള്ള കാര്യം അലീനയുടെ അടുത്ത് ചോദിക്കുവാണേ. മനുവിന് പോകാനുള്ള സമയമായി എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോഴേക്കും ബൈജുവിന്റെ അടുത്താണെങ്കിൽ അലീന മനുവിനെ ആ ടൗണിൽ കൊണ്ട് ഇറക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. കാറിൽ കയറിയിട്ട് നമ്മുടെ അലീനയെ തന്നെ നോക്കുവാണ് കേട്ടോ നമ്മുടെ മനുവിന് ഒരുപാട് കാര്യങ്ങൾ അലീനയുടെ അടുത്ത് പറയാനുണ്ട്. പക്ഷെ ഒന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അതുമാത്രമല്ല അവളോടൊപ്പം കുറച്ച് സമയം കൂടി അവിടെ ഇരിക്കണം, ഒരുപാട് സംസാരിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ മനുവിനുണ്ടെങ്കിൽ പോലും എപ്പോഴാണെങ്കിലും അലീനയെ വിട്ട് പോയാലേ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു വിഷമത്തോടു കൂടി തന്നെയാണ് കേട്ടോ അവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് പോട്ടെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മനു കാറിൽ കയറിയിട്ട് പോകുന്നത്. അതേസമയം നമ്മുടെ അലീനയ്ക്കാണെന്നുണ്ടെങ്കിൽ മനു ആ കാറിൽ ഇങ്ങനെ ദൂരം പോകും തോറും അലീനയുടെ മനസ്സും വല്ലാതെ വേദനിക്കുന്നുണ്ട് കേട്ടോ. ഇതുവരെ ഇല്ലാത്ത മറ്റെന്തോ ഒരു വേദന അലീനയ്ക്കും ഫീൽ ചെയ്യുന്നുണ്ട് മനു പോകുന്നതില്. അതിൽ നിന്ന് തന്നെ മനുവിനെ തനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നുള്ള കാര്യം അലീനയ്ക്ക് തന്നെ മനസ്സിലായി തുടങ്ങുവാണേ. മനുവിന്റെ അകൽച്ച തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അലീനയ്ക്കും മനുവിനെ ഒരിക്കലും വിട്ടുപിരിയാൻ വേണ്ടി പറ്റില്ല എന്നുള്ള ആ ഒരു വേദന അനുഭവിച്ചും കൊണ്ട് തന്നെയാണ് കേട്ടോ അലീനയും അവിടെ തന്നെ നിൽക്കുന്നത്. മനുവിനെ യാത്രയാക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. ബൈജു മനുവിനെ കൊണ്ടുപോയിട്ട് തിരികെ വരുന്നത് വരെ നമ്മുടെ അലീന അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ സ്റ്റാൻലി ശ്രദ്ധിക്കുന്നുണ്ടേ. അങ്ങനെ സ്റ്റാൻലിക്ക് ആണെങ്കിൽ ഭയങ്കര സംശയം കേട്ടോ. അവതക്കുട്ടീന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് മനു എന്തിനാണ് അങ്ങോട്ടേക്ക് വന്നത് എന്നുള്ള കാര്യം. അതിനെക്കുറിച്ചൊന്നും തനിക്ക് അറിയില്ല. അവനറിയോ ഞാനാണ് അവളുടെ പപ്പ, അതുപോലെ തന്നെ വൈജയന്തിയാണ് അവളുടെ അമ്മ എന്നുള്ള കാര്യം. ബാലേന്ദ്രൻ പറഞ്ഞത് തനിക്ക് മാത്രമേ കാര്യങ്ങൾ അറിയുള്ളൂ എന്നുള്ളതാണല്ലോ. പിന്നെ എന്തിനായിരിക്കും മനു ഇവിടെ അനിലിയെ അന്വേഷിച്ച് വന്ന് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് കേട്ടോ സ്റ്റാൻലിയുടെ സംശയം. മേനോൻ പറഞ്ഞത് പ്രകാരം അലീന ആ വീട്ടിലെ വെറും ഒരു ജോലിക്കാരിയായിരുന്നു. ജോലിക്കാരി പോകുന്നതിന് ശേഷം പിന്നീടും അവളെ അന്വേഷിച്ച് ഇവിടെ വരെ അവൻ വരണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് പറയുമ്പോ അതും ശരി തന്നെയാണല്ലോ എന്നാണ് അവതക്കുട്ടിയുടെ പക്ഷം. വീട്ടുജോലിക്ക് നിന്ന ഒരു പെണ്ണിനെ അന്വേഷിച്ച് വരേണ്ട കാര്യം അവനില്ല. അതുമാത്രമല്ല അവന്റെ വീട്ടിലല്ലല്ലോ അവള് ജോലിക്ക് നിന്നത്. ഇതെല്ലാം വായിച്ചിട്ട് അപ്പച്ചൻ എന്താ തോന്നുന്നു എന്നുള്ള കാര്യം ചോദിക്കുവാണേ. സ്റ്റാൻലിയുടെ ചോദ്യം എന്തായാലും ന്യായമാണെന്നുള്ള കാര്യം അവതക്കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അവൾക്ക് അവൻ വന്നത് ഭയങ്കരമായിട്ട് സന്തോഷാവുകയും അതുമാത്രമല്ല ഒരു വീട്ടു ജോലിക്ക് നിന്ന ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്ന രീതിയിലല്ല മനുശങ്കർ അവിടെ വന്നിട്ട് അലീനയുടെ അടുത്ത് സംസാരിച്ചത്. അവർ രണ്ടുപേരും നല്ല കൂട്ടുകാരെ പോലെ നല്ല രീതിയിൽ സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. മേനോൻ പറഞ്ഞു വിട്ടതല്ലല്ലോ എന്ന് ചോദിക്കുമ്പോ അറിയില്ല, എന്തായാലും ഞാൻ അലീനയുടെ അടുത്ത് ആ കാര്യങ്ങളൊക്കെ ചോദിക്കുക എന്ന് അവതക്കുട്ടി പറയുന്നുണ്ട്. അവൻ ആരാണെന്നാ പറഞ്ഞത്? അത് ബാലേന്ദ്ര മേനോന്റെ ഭാര്യയുടെ ആങ്ങളയുടെ മകൻ. എന്തായാലും ബാലചന്ദ്രൻ കാണാൻ വരുന്നതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ മറ്റു ബന്ധങ്ങളൊന്നും വേണ്ട. രണ്ട് വള്ളത്തിൽ കാലിട്ട് നിൽക്കുന്നത് പിന്നെ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. എന്തായാലും മുറിച്ചു കളയേണ്ട ബന്ധങ്ങളൊക്കെ നമ്മൾ മുറിച്ചു കളയുന്നതാണ് നല്ലത്. പാലയിൽ നിന്ന് എന്തായാലും ഇനി അവൾക്ക് ബന്ധുക്കളൊന്നും വേണ്ട എന്നാണ് സ്റ്റാൻലി പറയുന്നത്. ഇത് കേട്ട അവതക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കുമ്പോ ലാലിച്ച അവളെ കൊച്ചുകുട്ടിയൊന്നുമല്ല, നമ്മളെക്കാളും കാര്യവിവരമുള്ളവളാണ്. എങ്കിലും അപ്പച്ച നമ്മൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. എന്തായാലും അവളടുത്ത് ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും നീ ചോദിക്കാൻ വേണ്ടി പോവണ്ട, നീ സംസാരിച്ചാൽ ശരിയാവില്ല എന്ന് അവതക്കുട്ടി പറയുന്നുണ്ട്. അത് കേട്ടപ്പോ നമ്മുടെ സ്റ്റാൻലി ഒന്ന് കൊച്ചാക്കുന്ന രീതിയിലാണല്ലോ ആ ഒരു ദേഷ്യഭാവത്തിൽ നോക്കുന്നുണ്ട്. നീ സംസാരിച്ചാലുണ്ടല്ലോ അവള് നിന്നെ തോൽപ്പിച്ച് കളയും, അതുകൊണ്ടാ പറഞ്ഞത് നീ സംസാരിക്കണ്ട എന്ന്. അല്ലാതെ നീ എന്നെ ഇതിന്റെ പേരിൽ തിന്നാനൊന്നും വരണ്ട. ശരി, എന്തായാലും ആയിക്കോട്ടെ എന്നുള്ള കാര്യം അവസാനം സ്റ്റാൻലി പറയുന്നുണ്ട്. തുടർന്ന് പിറ്റേ ദിവസമാണ് നമ്മുടെ അവതക്കുട്ടിയും അലീനയും സാധാരണ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് മനുശങ്കറിന്റെ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇന്നലെ വന്നിരിക്കുന്ന അവൻ ബാലേന്ദ്രൻ പറഞ്ഞു വിട്ടിട്ട് വന്നതാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അല്ല മനുവേട്ടൻ എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. അല്ല, അവൻ ബാലേന്ദ്രന്റെ വീട്ടിലല്ലല്ലോ താമസം. അവനാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരോ അവിടെ എവിടെയോ ആണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെയല്ലേ പറഞ്ഞത്. കടപ്പാട്ടൂരാണ് നമ്മുടെ മനുശങ്കർ താമസിക്കുന്നതെന്നും അതുമാത്രമല്ല വീട്ടിൽ വരുന്ന സമയത്തൊക്കെ ബാലേന്ദ്രൻ വീട്ടിൽ വരാറുണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അലീന പറയുവാണേ. അച്ഛനുമായിട്ട് മനുവേട്ടൻ നല്ല കൂട്ടാണ്. മനുവിനെ കുറിച്ചിട്ട് ഇങ്ങനെ അലീന ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവളുടെ ആ മുഖത്തുള്ള ഒരു തെളിച്ചോ ആ ഒരു സന്തോഷമൊക്കെ നമ്മുടെ അവതക്കുട്ടി ശ്രദ്ധിക്കുന്നുണ്ട്. നീ മോളെ അവിടെ വെറും ഒരു വീട്ടുജോലിക്കാരി അല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോ അതൊക്കെ ശരിയാണ്, പക്ഷെ മനുവേട്ടൻ ഒരിക്കലും എന്നെ അങ്ങനെയല്ല കാണാറ്. എനിക്ക് പലപ്പോഴും ആ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ എനിക്ക് വേണ്ട പിന്തുണ തന്നത് മനുവേട്ടനാണ്. മനുവേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അമ്മയും അതുപോലെ തന്നെ സഹോദരങ്ങളൊക്കെ എനിക്കെതിരെ പോരാടുന്ന സമയത്ത്
നമുക്ക് താങ്ങായിട്ട് ഒരാളുള്ളത് നമുക്കൊരു ആശ്വാസമുള്ള കാര്യം തന്നെയല്ലേ വല്യപ്പച്ച. ആ കുഞ്ഞിന് അറിയോ നീ ആരാണെന്നുള്ള കാര്യം? അറിയാമെന്ന് അലീന പറയുന്നുണ്ട്. മേനോൻ പറഞ്ഞിട്ടല്ല, എന്നോടുള്ള താല്പര്യം കൊണ്ടായിരിക്കും. എങ്ങനെയോ മനുവേട്ടൻ അതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. താല്പര്യം എന്ന് വെച്ചാൽ എങ്ങനെയുള്ള താല്പര്യമാണ്? മനുവേട്ടന് തന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ട ഔദക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള ഇഷ്ടം? കല്യാണം കഴിക്കാനാണോ എന്ന് ചോദിക്കുന്നുണ്ടേ. അതെ, അതിന് ഒരു മൂളൽ മാത്രമാണ് കേട്ടോ നമ്മുടെ ഔദക്കുട്ടി നൽകുന്നത്. എന്നതിന് ശേഷം ലാലിച്ചിന് എസ്റ്റേറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിഞ്ഞു കാണും, അതിന്റെ പേരിലായിരിക്കും വന്നതെന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത്. അതിന് പപ്പയുടെ എസ്റ്റേറ്റും കാര്യങ്ങളൊന്നും തനിക്ക് തന്നെ വേണ്ടല്ലോ. ഞാനിവിടെ സ്നേഹം മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അലീനയുടെ ആ വാക്കുകൾ നമ്മുടെ ഔദക്കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ചമ്മല് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഔദക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നതുകൊണ്ട് മോൾ ഒന്നും വിചാരിക്കരുത്, ആ സ്നേഹം മോക്ക് തിരിച്ച് അങ്ങോട്ടും ഉണ്ടോ എന്ന് ചോദിക്കുവാണേ. അലീന ഒരു മൂളലോട് കൂടി ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ അവന് വാക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ല. ഇനി മോളെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിയില്ല. എന്റെ മനസ്സിനോട് ഞാന് ഒരുപാട് പറഞ്ഞു നോക്കി. അവസാനം എനിക്ക് തന്നെ മനസ്സിലായി എന്റെ മനസ്സിലുള്ളത് ഇഷ്ടമാണ് എന്നുള്ള കാര്യം. എന്റെ മനസ്സിലുള്ള ഇഷ്ടം കളഞ്ഞാൽ മാത്രല്ലേ എനിക്ക് മറ്റുള്ളവരുടെ മനസ്സിൽ ഉള്ള ഇഷ്ടം കളയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അമ്മയുടെ ആങ്ങളയുടെ മകൻ എന്ന് പറയുന്നത് നിനക്ക് സഹോദരനെ പോലെയല്ലേ? അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. അങ്ങനെ കാണണമെന്നൊക്കെ എനിക്കും അറിയാം. പക്ഷെ എന്താന്നറിയില്ല, തന്റെ മനസ്സിനെ അങ്ങ് പിടിച്ചു കെട്ടാൻ വേണ്ടി തനിക്ക് പറ്റുന്നില്ല എന്ന് അലീന പറയുവാണേ. ദൈവം എന്താണ് വിധിച്ചിട്ടുള്ളത് അത് നടക്കട്ടെ. ഇതുവരെ യേശു എന്റെ കൈ പിടിച്ച് എത്തിച്ചില്ലേ, അപ്പോ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി അദ്ദേഹം തന്നെ ചെയ്യട്ടെ എന്നൊക്കെയാണ് കേട്ടോ അലീന പറയുന്നത്. എന്തായാലും അലീനയും അതുപോലെ മനുവുമായിട്ടുള്ള വിവാഹത്തിന് സ്റ്റാൻലി സമ്മതിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി എന്തെല്ലാം സംഭവങ്ങളാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം നമുക്ക് ബാക്കി വിശേഷങ്ങളിലൂടെ കേൾക്കാം.